ഞാൻ എന്തായാലും ഇനി കളിക്കുന്നില്ല. എല്ലാരും ചേർന്ന് തന്നെ തല്ലാണ്. നിന്റെ കയ്യിലും തലയുണ്ടല്ലോ, നീയും തല്ല്. താങ്ക് യു കൊച്ചളിയ. ഞാനത് ആലോചിച്ചതേ ഇല്ല. ഇനി എനിക്കും തല്ലാലോ അല്ലേ? ഞാൻ പറഞ്ഞ ഐഡിയ എനിക്ക് തന്നെ പാരായല്ലോ. ഓടിക്കോ. പറക്കാൻ കഴിവുള്ളത് കൊണ്ട് ഞാൻ എന്തായാലും രക്ഷപ്പെട്ടു. അത് ശരി, അപ്പൊ അതാണ് കാര്യം. എടേ, ചുമരില് പോസ്റ്റർ ഒട്ടിക്കുന്നത് പോലെ ഒട്ടിച്ച് കളഞ്ഞല്ലോടേ. സംശയമുണ്ടോ? വേണ്ട വേണ്ട. മേഡം, സോറി മാഡം, കണ്ടില്ല. മാഡം, മാഡത്തിന്റെ ബോധം പോയി. ഹണി, വെള്ളം കൊണ്ടുവാ. എന്തുവല്ല വേണ്ടേ? നോർമലോ തണുത്തതോ? വേഗം കൊണ്ടുവാ, മുഖത്ത് തളിക്കാനുള്ളതാ. എങ്കിൽ പിന്നെ ബാത്റൂമിൽ നിന്ന് കൊണ്ടുവരാം. എന്തിനാ കുടിക്കാനുള്ള വെള്ളം വേസ്റ്റ് ചെയ്യുന്നേ? ഞാൻ ആരാണ്? ഞാൻ എവിടെയാണ്? മാഡം, നിങ്ങൾ വീട്ടിലാണ്. ഈ വീട് ആരുടേതാണ്? ഞാൻ ഇവിടെ എന്ത് ചെയ്യുകയാണ്? മേഡത്തിന്റെ ഓർമ്മ മുഴുവൻ പോയിരിക്കുക. എവിടെ പോയി കൊച്ചളിയ? ഷിംലയിൽ പോയിരിക്കുക. കാരണം ഇവിടെ നല്ല ചൂടല്ലേ ഇപ്പോ. കാശ്മീരിൽ പോവായിരുന്നു. അവിടെയാണെങ്കിൽ എപ്പോഴും തണുപ്പാ. നമുക്ക് ഉടൻ തന്നെ മാഡത്തിനെ ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോകാം. അയ്യേ. ഹലോ, ഡോക്ടറിനെ ഒന്ന് വിളിക്കാമോ? ഞാൻ തന്നെയാണ് ഡോക്ടർ. എന്താ പ്രശ്നം എന്ന് പറഞ്ഞോളൂ. മാഡത്തിന്റെ ഓർമ്മ തിരിച്ചു കൊണ്ടുവരണം. സിംലയിൽ പോയിരിക്കുക. വിളിച്ച ഉടൻ തന്നെ ഇങ്ങ് തിരിച്ചെത്തും. മണ്ടത്തരം പറയുന്നത് നിർത്ത് ഹണി. സോറി, പക്ഷെ ഒന്ന് പെട്ടെന്ന് വിളിക്കണേ. മാഡത്തിന്റെ ഓർമ്മ നാട് ചുറ്റി നടക്കുക. നീ എന്നെ ചുമ്മാ ഇരിക്കാൻ പറയണോ? നിങ്ങൾ എന്താ ചെയ്തത്? രോഗം അവനല്ല, മാഡത്തിനാണ് രോഗമുള്ളത്. ഈ മാഡത്തിന്റെ വോയിസ് എന്താ ഡോഗിയുടെ വോയിസ് പോലെ ഇരിക്കുന്നേ? ഇത് സോർദാറിയാ, ഡോഗി തന്നെയാ. ഇല്ല, ശബ്ദം വേണമെങ്കിൽ അതുപോലെ ആയിരിക്കാം, പക്ഷെ കാഴ്ചയിൽ അങ്ങനെ അല്ലല്ലോ. കണ്ടുകൂടെ, ഞാൻ എന്താ ലേഡിയെ പോലെ ഇരിക്കുന്നേ? മാഡം, ഇവരാണ്. ഞാൻ ആരാണ്? ഞാൻ എവിടെയാണ്? ഓ ഗോഡ്, ഇവരുടെ ഓർമ്മയും പോയോ? എന്റെ കയ്യിൽ 2 ഇഞ്ചക്ഷനേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി ഇവർക്ക് തെറപ്പി ചെയ്തേ മതിയാവൂ. അടിച്ചു പൊളിച്ചു തിമിർത്തു. എന്നാ തുടങ്ങിക്കോ തെറാപ്പി. ഞാൻ സിനിമയ്ക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കാം, വേണമെങ്കിൽ നിങ്ങൾ ചെയ്തോളൂ. പക്ഷെ നിങ്ങളാണല്ലോ ഡോക്ടർ. അതിനെന്താ, ഡോക്ടർമാർക്ക് സിനിമ കാണാൻ പോയിക്കൂടുന്നുണ്ടോ? സിനിമ കാണാൻ പോകണ്ടെന്നല്ല പറഞ്ഞത്, എന്നാൽ തെറാപ്പി ചെയ്യണം. തിയേറ്ററിൽ തെറാപ്പി ചെയ്താൽ അവിടെയുള്ളവർക്കൊക്കെ ഡിസ്റ്റർബ് ആവില്ലേ? ഇവിടെ തെറാപ്പി ചെയ്യാനാണ് പറഞ്ഞത്. സർ, വേഗം തെറാപ്പി സ്റ്റാർട്ട് ചെയ്യൂ. എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഇവർക്ക് പഴയ കാര്യങ്ങളെല്ലാം ഓർമ്മപ്പെടുത്തി കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ചിലപ്പോ ഇവർക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയെന്ന് വരും. ഇത് സംഭവം കൊള്ളാലോ. എന്നാ നിങ്ങൾ വീട്ടിൽ പോയി ചെയ്തോ. ഞാൻ ആരാണ്? ഞാൻ എവിടെയാണ്? നിങ്ങൾ മാഡമാണ്. നിങ്ങളിപ്പോ ക്ലിനിക്കിലാണ്. ഇത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോകുന്നു. അതെ അതെ, വാ വീട്ടിൽ പോകാം. നിങ്ങൾ ഏത് പടം കാണാൻ വേണ്ടിയാ പോകുന്നേ? ഷാറുഖിന്റെ പടം. പോകാതിരിക്കുന്നതാ നല്ലത്. പടം കേരളത്തിൽ ഓടിയിട്ടും മലയാളത്തിൽ സംസാരിക്കാത്ത പുള്ളി ഹിന്ദിയിലാ സംസാരിക്കുന്നത്.
മാഡം, പഞ്ചപാണ്ഡവന്മാരില് ഭീമനാണ് ഏറ്റവും ശക്തനായ. നീ എന്തായി പറയുന്നതാ? ഡോക്ടർ പറഞ്ഞതല്ലേ മാഡത്തിന് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിക്കണമെന്ന്. എടാ കഴുതേ, പഴയ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ അതായത് മേഡത്തിന്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ. മാഡം, ഇന്നലെ ഞാൻ ഫ്രിഡ്ജിനകത്ത് നിന്ന് 2 മീൻ മോഷ്ടിച്ച് കഴിച്ചു. എടാ എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പറ. നമ്മൾ പിലോ ഫൈറ്റ് ചെയ്യുന്ന സമയത്താണ് മാഡത്തിന്റെ ബോധം പോയത്. നമുക്ക് പിലോ ഫൈറ്റ് ചെയ്യാം. വേണ്ട, വീണ്ടും മാഡത്തിന് ബോധം പോയാൽ എന്ത് ചെയ്യും? കഴുതേ, അങ്ങനെ ചെയ്ത പോയ ബോധം മേഡത്തിന് തീർച്ചയായിട്ടും തിരിച്ചു കിട്ടും. സംശയമുണ്ടോ? കഴുത നീയാടാ. പില്ലോ ഫൈറ്റ് എങ്ങനെയാ പഴയ കാര്യമാ? അത് ഇന്നത്തെ കാര്യല്ലേ? ഹണി, നീ പില്ലോ ഫൈറ്റ് ചെയ്താൽ മാത്രം മതി. ഓക്കെ. വീട് മുഴുവൻ നിങ്ങൾ വൃത്തികേടാക്കി. നിങ്ങളുടെ ഓണർ നിങ്ങളെ എന്താ വഴക്കൊന്നും പറയില്ലേ? അതൊക്കെ പോട്ടെ, നിങ്ങളുടെ ഓണർ ആരാണ്? കൂടാതെ ഈ വീട്ടിനകത്ത് ഞാൻ എന്താണ് ചെയ്യുന്നത്? അല്ല, ഞാൻ ആരാണ്? മേഡത്തിന് ഒരു ഓർമ്മയും വരുന്നില്ലല്ലോടാ. കടയിൽ കിട്ടുന്ന സാധനങ്ങളെല്ലാം വാങ്ങി തിന്ന ആൾക്കാരുടെ ശരീരം തടിക്കുന്നു. എന്തു പറ്റി? നിങ്ങൾ 4 പേര് ഇവിടെ വന്നിരിക്കുന്നു. മാഡത്തിന്റെ ഓർമ്മ മുഴുവൻ പോയിരിക്കുകയാണ്. എന്ത്? ആ, ഞങ്ങള് രാവിലെ മുതൽ ശ്രമിക്കുക, പക്ഷെ ഒന്നും ശരിയാവുന്നില്ല. തെങ്ങ് മുഴുവൻ വെട്ടിക്കളഞ്ഞപ്പോൾ തേങ്ങയുടെ വില കൂടി. മിസ് കാട്ട്കർ, നിങ്ങളുടെ ഓർമ്മശക്തി എങ്ങനെ പോയി? അടികൈ. മേഡത്തിന്റെ ഓർമ്മ പോയപ്പം നിങ്ങൾക്ക് തമാശയായിട്ട് തോന്നുന്നുണ്ടോ? സോറിടാ, പറ്റിപ്പോയതാ. ഞാൻ എന്തോ അറിയാതെ പറഞ്ഞു പോയതാ. ഞാൻ ആരാണ്? ഞാൻ എവിടെയാണ്? ഞാൻ ആരാണ്? എവിടെയാണ്? കോമഡി എന്നാൽ ബാസിയാണ്. നിങ്ങൾ എന്നും എന്റെ അയൽവാസിയാണ്. അടികൈ. മോഷ്ടാവ് പോലീസിനെ കാണുമ്പോൾ പരുങ്ങുന്നു. മിസ് കാട്ട്കറിനിതാ തല കറങ്ങുന്നു. അടികൈ. അയ്യോ, നിങ്ങളുടെ കവിത കേട്ട് മേഡം തലകറങ്ങി വീണു. രക്തമൂർണമെങ്കിൽ ഡേറ്റ്സ് കഴിക്ക്. ഇവരുടെ മുഖത്ത് വെള്ളമൊഴിക്ക്. അടികൈ. വിഷുവിന് കൈനീട്ടം അച്ഛൻ തന്നു. മിസ് കാട്ട്കറിന് ഇതാ ബോധം വന്നു. അടികൈ. ഇങ്ങനെ ഒന്നും കളിക്കരുതെന്ന് നിങ്ങളോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. വെറുതെ നിങ്ങൾക്ക് അസുഖം പിടിക്കും. കണ്ണ സർ, ഓ, അങ്ങേക്കെങ്കിലും ഒന്ന് അവരോട് പറയാൻ പാടില്ലായിരുന്നോ? മേഡത്തിന്റെ അസുഖം മാറി. ആ, അതിന് എനിക്കെന്ത് അസുഖമായിരുന്നു? മാഡത്തിന്റെ ഓർമ്മ സിംലയിലേക്ക് പോയിരിക്കായിരുന്നു. എന്ത്? മാഡത്തിന്റെ തലയിൽ ചെറുതായിട്ടൊരു അടി കൊണ്ട് നിങ്ങളുടെ ഓർമ്മ മുഴുവൻ പോയി. അടിച്ചു പൊളിച്ചു തിമിർത്തു. ഖന്ന സാറിന്റെ കവിത കാരണം നിങ്ങൾ മയങ്ങി വീണു. എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ബോധം തിരിച്ചു കിട്ടി. കാറ്റടിച്ചപ്പോൾ പറന്നിരുന്ന പട്ടം കീറി. എന്റെ കവിത കാരണം നിങ്ങളുടെ അസുഖം മാറി. അടികൈ. കൈയടിച്ചേക്കെ, അല്ലെങ്കിൽ വീണ്ടും കവിത പറയും.